ഇരിക്കണം എന്ന് നബിക്ക് ഗൈബറിയോ? അപ്പൊ ഇതൊന്നും ചിന്തിക്കാനുള്ള ഖൗമല്ല. ആറാമത്തെ ആയത്ത് പകുതി ഭാഗം അല്ലെങ്കിൽ അവസാന ഭാഗം ഇവർക്ക് അനുകൂലമായ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി കട്ടുമുറിച്ചു കൊടുക്കുകയാണ്. എന്താണ് ആയത്തെന്നറിയോ? ഖാല അല്ലാഹു തആല ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ ഇല്ലാ മൻ ഇർതലാ. ഇല്ലാ മൻ ഇർതലാ എന്ന് റസൂലിനുണ്ട്. അവിടെ ഇല്ലാ മൻ ഇർതലാ എന്നുള്ള ഭാഗം അവിടെ അങ്ങോട്ട് മുറിച്ചു. മിർ റസൂൽ എന്നുള്ളത് മുറിച്ചു കളഞ്ഞു. എന്തിനാ മുറിച്ചത്? അർത്ഥം കൊടുത്തു കേട്ടോ. അള്ളാഹു ഗൈബ് അറിയുന്നവനാണ്. ഗൈബിന്റെ മേൽ അവൻ തൃപ്തിപ്പെടുന്നവർക്കല്ലാതെ അവൻ അറിയിച്ചു കൊടുക്കുകയില്ല, അല്ലെങ്കിൽ അവൻ വെളിവാക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ആർക്കും അവൻ എന്ത് ചെയ്തു കൊടുക്കും? ഗൈബ്, അദൃശ്യജ്ഞാനം വെളിവാക്കി കൊടുക്കും എന്ന ഇവരുടെ തെറ്റായ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ആയത്തങ്ങൾ മുറിച്ചു. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ഗൈബ് അറിയുമെന്ന തെറ്റായ വിശ്വാസം സമർത്ഥിക്കാൻ വേണ്ടി ഖുർആനിൽ നിന്ന് ആയത്ത് കട്ടുമുറിച്ചു എന്നാണ് ഇവിടെ സലഫി പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഔലിയാക്കൾക്ക് ഗൈബ് അറിയില്ല, മുർസലുകൾക്ക് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ സലഫി ഇവിടെ പറയുന്നു. എന്നാൽ മുർസലുകൾക്ക് ഗൈബ് അറിയും, അള്ളാഹു ഗൈബ് അറിയിച്ചു കൊടുക്കും എന്ന വിശ്വാസം ഇവർക്കുണ്ടോ? ഇല്ല. അത് സക്കരിയ സ്വലാഹി പറയുന്ന ക്ലിപ്പ് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്, അത് നിങ്ങൾക്ക് ശേഷം കേൾക്കാം. മാത്രവുമല്ല, ഇവിടെ സലഫി പറഞ്ഞൊരു വിഷയമുണ്ട്, അഥവാ ഖുർആനിലെ ആയത്ത് കട്ടുമുറിച്ചു എന്ന്. യഥാർത്ഥത്തിൽ സലഫി തന്നെ ആയത്തിൻ്റെ മുഴുവൻ ഭാഗം ഓതിയിട്ടില്ല. അപ്പോൾ സലഫിയാണ് ഖുർആനിൻ്റെ ആയത്ത് കട്ടുമുറിച്ചു എന്ന് സലഫിയെക്കുറിച്ചും വേണമെങ്കിൽ പറയാം. അതേസമയം അതിൻ്റെ ആശയം സുന്നികൾക്ക് ആവശ്യമായത് അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ സുന്നികൾ പറയുന്നത് പോലെ ഔലിയാക്കൾക്ക് ഗൈബ് അറിയില്ല, അതേസമയം മുർസലുകൾക്കേ അറിയുള്ളൂ എന്ന് പറയുന്ന വിശ്വാസം ഇവർക്കില്ല. ഇത് കാപ്പട്യമാണ്. നോക്കാം. അതും തട്ടി. 7 കാരക്ക അജ്വ കാരക്ക നിങ്ങൾ പുലർച്ചെ തിന്നാൽ വൈകുന്നേരം വരെ അയാൾക്ക് വിഷമോ സിഹറോ ബാധിക്കുകയില്ല. അത് ബുഖാരി മുസ്ലിം റിവായത്തിന്റെ ഹദീസാ. എന്നാ അയാൾ നബിക്ക് തിന്നാ പോരാ, തിന്നാ പിന്നെ നബിക്ക് സിഹർ പറ്റുമോ? ഒറ്റ ചെറിയും. അപ്പൊ 2 ഹദീസും ഒപ്പം തള്ളി. കാരക്ക തിന്നണം എന്നുള്ള ഹദീസും തള്ളി, നബിക്ക് സിഹർ ബാധിച്ചുള്ള ഹദീസും തള്ളി. ബുഖാരി മുസ്ലിം റിവായത്തിന്റെ ഹദീസാ. അജ്വ കാരക്കാണ്, വിലപിടിപ്പുള്ള കാരക്കാണ്. അത് 7 എണ്ണം തിന്നണം. ഒരു രാവിലെ തിന്നാ അന്ന് വൈകുന്നേരം വരെ പ്രൊട്ടക്ഷൻ ഉള്ളൂ. നബി അത്ര പണക്കാരനാ? മുന്തിയ കാരക്ക നബി മാത്രം എന്താ പറയുക, 9 ഭാര്യമാർക്കും കൊടുക്കണ്ടേ? ചുരുങ്ങിയത് 10-70 കാരക്ക വേണം ഒരു ദിവസം രാവിലെ. എന്നാ മഗ്‌രിബ് വരെ പ്രൊട്ടക്ഷൻ. ഇങ്ങനെ ലബീദ് ബില്ലാസം എന്ന ജൂതൻ എനിക്കും എതിരെ സിഹിർ ചെയ്യാൻ പോകുന്ന ദിവസമാണ് ഇന്ന്, അതുകൊണ്ട് ഞാൻ കാരക്കെന്ന പ്രൊട്ടക്ഷനോടുകൂടി ഇരിക്കണം എന്ന് നബിക്ക് ഗൈബറിയോ? അപ്പൊ ഇതൊന്നും ചിന്തിക്കാനുള്ള ഖൗമല്ല. ഒറ്റ ചിരി, ഉസ്താദും ചിരിച്ച് കൗമും ചിരിച്ച്. കണ്ടോ ഇങ്ങനത്തെ ഒരു അവസ്ഥ? ബുഖാരിയും മുസ്ലിം സംയുക്തമായി റിവായത്ത് ചെയ്ത ഹദീസുകളെ പോലും തള്ളിക്കളയുന്ന ഒരു പ്രവണത, അത് മുജാഹിദ് പ്രസ്ഥാനത്തിന് പുതിയതാണ്.